കേരളത്തിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ക്ഷേത്രം. കർക്കിടക മാസത്തിലെ ധന്യമായ നാലമ്പല തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ ക്ഷേത്രം. ശാന്തമായ അന്തരീക്ഷം, ചൈതന്യം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ ഒത്തുചേർന്ന ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ ഭക്തജന പ്രവാഹമാണ്. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമാണ്. രാമായണ മാസം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും. രാമമന്ത്രം ജപിച്ച നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർ ആദ്യം വണങ്ങുന്നത് തൃപ്രയാറപ്പനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലുള്ള ഒരു മുക്കുവന മീൻപിടുത്തത്തിനിടെ ഇത് ലഭിച്ചുവെന്നുമാണ് ഐതിഹ്യം. കേരളത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ഒരു നാലമ്പല ദർശനപാതയാണ് തൃപ്രയാർ കേന്ദ്രീകരിച്ചുള്ളത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽമാണിക്യം ശ്രീ ഭരത ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രാമായണ ദർശനപാത ഏറ്റവും പഴക്കമുള്ളതും കേരളത്തിലെ തന്നെ ആദ്യത്തേതുമാണ്. ദ്വാരകയിൽ ശ്രീകൃഷ്ണനാൽ പൂജിക്കപ്പെട്ടിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ ദ്വാരക കടലെടുത്ത സമയം കടലിൽ മുങ്ങിപ്പോവുകയും അത് പിന്നീട് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അടിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് ആ വിഗ്രഹങ്ങൾ ലഭിക്കുകയും ഭഗവത് ദർശനപ്രകാരം ഉചിതമായ സ്ഥലങ്ങളിൽ ഈ ദാശരഥി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. തൃപ്രയാർ എന്ന പേരിനും ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. വാമനാവതാരം കൈക്കൊണ്ട മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തെത്തി. അതുകണ്ട ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാറും ലോപിച്ച് തൃപ്രയാറുമായെന്നാണ് വിശ്വാസം. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായി എത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറയാർ എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായി മാറുകയും ചെയ്തുവെന്നും ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ, തേതായുധ വിഗ്രഹങ്ങൾ, അത് മുഖന്മാർക്ക് കിട്ടിയെന്നും അവരുടെ മുഖപ്രമാണിമാരുടെ സമർപ്പിച്ചെന്നും അത് നാട്ടിൽ പ്രതീക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടാനുള്ള ഈ വഴിപാട് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഈ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദിവസവും എത്തിച്ചേരുന്ന 10,000-കണക്കിന് ഭക്തരെ വരവേൽക്കുന്നതിനും അവർക്ക് സുഗമമായ ദർശനത്തിനും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുള്ളതാണ്. മഹാവിഷ്ണുവിന്റെ അഞ്ജനാശിലാ പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുകയാണ്. ശ്രീദേവി ഭൂദേവി സമേതനായ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ മാറാത്ത ദുരിതങ്ങളില്ലെന്നാണ് വിശ്വാസം. ഭഗവാന്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവനെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇരുവശവുമുള്ളത് ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്നാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങളാണ് രാമായണ മാസത്തിൽ തൃപ്രയാറപ്പനെ കാണാനെത്തുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.